നീ എന്തേലും എഴുന്നള്ളത്തിന് പോണോ? കണ്ടിട്ട് എന്താന്ന് തോന്നണത്? അതാണ് ഞാൻ പറഞ്ഞത്, ഉത്സവത്തിന് മറ്റേ ഫ്ലോട്ടിന് പോണ പോലെ ഉണ്ട്. നമുക്ക് തുടങ്ങാമല്ലേ? എന്തോന്ന് രേണു, നീ മുറുക്കാൻ തുടങ്ങിയാ? പല്ലില്ലേ? പല്ല് വെച്ചതാണ്. ഒറിജിനൽ അല്ലേ? കുറച്ചേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും ഒറിജിനൽ ആയിട്ടുണ്ടോ ഈ ശരീരത്ത്? ഇതും വെപ്പാണല്ലേ? തുടരുത്. തുടങ്ങാല്ലേ? നീ വന്ന ഉടനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതെന്തേലും വായിലെടുത്ത് വെക്കണത്? രേണു, നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ല, നമ്മൾ വേറൊരു റേഞ്ചിലോട്ടാണ് പോണത്. രേണുവിന് എന്നോടൊന്നും തോന്നരുത്. പക്ഷേ രേണുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായി. ബിഗ് ബോസിലായിരുന്നപ്പോൾ എന്നെ എന്തെല്ലാം പറഞ്ഞു മാറിയിരുന്നു പരദൂഷണം. ഞാനെല്ലാം അറിഞ്ഞായിരുന്നു. അവിടെ ഇരുന്ന് അങ്ങോട്ടിരുന്ന് അവിടെ ഇരുന്ന് പരദൂഷണം പറഞ്ഞു എൻ്റെ കാര്യം. ഇങ്ങോട്ടിരുന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പേം പറക്കിയിട്ട് ഇങ്ങനെ കൊന്നെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം എന്നെ ഒട്ടും കണ്ടുകൂടായിരുന്നു. പിന്നെയാണ് ഇപ്പം എൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചെൻ്റെ പിറകെ നടപ്പ് തുടങ്ങി. അതെനിക്ക് മനസ്സിലായി എന്തിനാണെന്ന്. അത് പിന്നെ രേണു, നമ്മളൊക്കെ ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ ആവുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തിനാണ് രേണുവാണ് കണ്ടന്റ്. മനസ്സിലായില്ലേ? കണ്ടന്റ് 100 പേര് എന്നെ അറിയണത് കൊണ്ടാണല്ലോ എൻ്റെ പിറക്കേന്ന് ഇങ്ങനെ കൈ പിടിച്ച് നടക്കണത്. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ക്യാമറ നേരെ പിടിക്കൂ. ക്യാമറ പ്ലീസ് ഇവിടെ ഫോക്കസ് ചെയ്യും. നമ്മുടെ ഷോയ്ക്ക് റേറ്റ് കൂടും അപ്പോൾ. ഓക്കെ, കുറച്ചുകൂടെ കുഞ്ഞി. തുടങ്ങാം രേണു. ഓക്കെ. നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ജനങ്ങളിൽ നല്ല ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങൾ സന്തോഷമാകും. അപ്പോഴേ എനിക്കിനി ഇനാഗ്രേഷൻ ഉദ്ഘാടനമൊക്കെ കിട്ടുള്ളൂ. നെഗറ്റീവായിട്ടുള്ളതും ചോദിച്ചു. അതാകുമ്പോഴത്തേക്ക് അതാണല്ലോ നമ്മുടെ ചൂട് കസേരയുടെ ഒരു ഇത്. ഏത്? ഓക്കെ, ശാരിക സുന്ദരിയായല്ലോ. അതെനിക്കറിയാലോ. ശാരിക സോപ്പിടാ നല്ല ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അത് പ്രതീക്ഷിക്കണ്ട. അപ്പം എല്ലാവർക്കും നമ്മുടെ ചൂട് കസേരയിലേക്ക് സ്വാഗതം. ഇന്ന് ചൂട് കസേരയിൽ ഇരുന്ന് റോസ്റ്റ് ആവാൻ പോകുന്ന നമ്മുടെ സ്വന്തം സെലിബ്രിറ്റി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ധീര വനിതയാണ്. ഇത്രയും വിവാദങ്ങൾക്കിടയിലും ഇങ്ങനെ ഞെളിഞ്ഞ് പൊളഞ്ഞ് നിൽക്കാൻ ഇവരെ കൂടാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അത്രയും ചൂട് വനിത ഉരുക്ക് വനിതയായിട്ടുള്ള നമ്മുടെ മഞ്ജു വാര്യരെ കടത്തി വെട്ടിയിട്ടുള്ള നമ്മുടെ സ്വന്തം സെലിബ്രിറ്റി സബ്സ്ക്രിപ്ഷൻ ക്വീൻ രേണു സുധിയാണ് നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത്. നമുക്ക് രേണു സുധിയെ സ്വാഗതം ചെയ്യാം. പേടിയാക്കരുത് പ്ലീസ്. അതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. എന്തുവാ രേണു, എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖം. ബിഗ് ബോസ് ഇതൊക്കെ ഇറങ്ങിയിട്ടൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഇല്ല, അഭിനയമല്ലേ. എനിക്ക് ഒരുപാട് അത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് അഭിനയങ്ങൾ കിട്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ നമ്മളെ ദാസേട്ടന്, കോഴിക്കോട് ദാസേട്ടനും പ്രതീഷ്, അവരുടെയൊക്കെ ആയിരുന്നു എനിക്ക് അഭിനയം. എന്തായിരുന്നു അവന്റെ പേര്? എന്തായിരുന്നു പറയുമല്ലോ? പ്രതീഷ അല്ല, വേറൊരു നമ്മള് ഹോട്ടലിലൊക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. കുറെ കോഴികളുണ്ട്. നമ്മൾ ഏത് കോഴിയാണ് ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവണില്ല. നീ ഉദ്ദേശിക്കുന്നത്തെ കോഴിയൊന്നുമല്ല, അത് മാന്യമായിട്ടുള്ള കോഴികളാണ്. എല്ലാവർക്കും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ അവരെ ഒന്നും കാണാനില്ലല്ലോ, ഈ കോഴികളെ ഒന്നും. ഇടയ്ക്ക് ആ ഷാപ്പിൽ വെച്ച് പൊക്കിയിട്ട് അടിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും കാണാനില്ല. അതെന്റെ ചന്തിക്ക് അടിച്ചപ്പം കുറച്ച് ദിവസം എനിക്ക് വേദന എടുത്തിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു. നടുവിലും ചന്തിക്കൊക്കെ അടിച്ചു. അവരുടെ ഭാര്യമാരൊക്കെ ഇത് കണ്ടായിരുന്നു. ഒരുപാട് ഇത്രയും നിറഞ്ഞ കുപ്പിയിലുള്ള കള്ള് ഇതൊക്കെ ഇരുന്ന് പറയാമോ? പറഞ്ഞോളൂ. നിറഞ്ഞ കുപ്പിയിലുള്ള കള്ള് കുറേ ഞാനങ്ങ് കുടിച്ചപ്പോൾ എൻ്റെ ബോധമൊക്കെ പോയി. ഇതവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ലായിരുന്നു ആ ഭാര്യമാർ. അവർ പിടിച്ചടച്ചിട്ട് എല്ലാവരും. അതിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നത്. നമ്മൾ ഹോട്ടലിൽ ഇങ്ങനെ അഴിഞ്ഞാടി കള്ളും കുടിച്ച് ഇങ്ങനെ പൊക്കിയിട്ടടിച്ച് നടക്കുന്നതിനോട് രേണുവിന്റെ അപ്പപ്പച്ചനും അമ്മമ്മയ്ക്കൊന്നും അല്ല. എൻ്റെ തങ്കപ്പപ്പച്ചനെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. എൻ്റെ തങ്കപ്പപ്പച്ചൻ കൊണ്ടുപോവാ മോളെ, പണം കൊണ്ടുപോവാന്നേ പറയുള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചേച്ചി അങ്ങനെ തന്നെ, അമ്മച്ചി തങ്കമ്മമ്മച്ചി അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ ഉണ്ട്. ചേട്ടായി പിന്നെ അവരാരും ഞാൻ കൊണ്ട് കൊടുത്താണ് അവരവിടെ
അപ്പൊ രേണുവാണ് ഇതിനകത്തുള്ള എല്ലാരും ഓ നോക്കുന്നത്. എന്റെ ഷൂ ചേട്ടനുള്ളപ്പോ എന്റെ ഷൂ ചേട്ടനായിരുന്നു. രേണു കള്ളിയാണെന്ന് പറഞ്ഞാൽ സത്യമാണ്. ഞാൻ കുറച്ചൊക്കെ ഞാൻ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ജീവിക്കണ്ടേ. ശാരിയെ നീ ഇതൊന്നും നീ പബ്ലിക്കായിട്ട് ഇടല്ലേ. ഇതെല്ലാം കട്ട് ചെയ്യാം. ഇത്രയും നേരം പറഞ്ഞ എല്ലാം കട്ട് ചെയ്യാം. പേടിക്കണ്ട രേണു. ഫോക്കസ് ചെയ്യും. രേണുവിനിപ്പൊ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ലക്ഷങ്ങളൊക്കെ കിട്ടുന്ന അതൊക്കെ പിന്നെ നിങ്ങൾ ലക്ഷം കിട്ടണത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടണത്. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടണത്. രേണുവിന്റെ ഈ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ലൈവില് അഴിച്ചിടുന്ന ആ ഒരു കഷ്ടപ്പാടാണ് രേണു ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും എന്റെ അടുത്ത് നല്ലതുപോലെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ലതുപോലെ ആയല്ലോ. ഞാൻ നല്ലതുപോലെയല്ലേ ചോദിക്കുന്നത് രേണു. നിങ്ങൾ എന്തിനാണ് ഈ കിച്ചുവിനും ഋതപ്പനും കൊടുത്ത വീട്ടിൽ കയറി കിടക്കുന്നത്? ഇളിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിനുള്ള ഉത്തരം പറയണം. ജനങ്ങൾക്ക് മൊത്തം ചോദിക്കാൻ. എനിക്ക് മനസ്സില്ല ഇപ്പൊ ഇറങ്ങി കൊടുക്കാൻ. അവൻ പോയെന്നും പറഞ്ഞോണ്ട് എനിക്ക് ഇറങ്ങി കൊടുക്കാം. ഞാൻ കൊടുക്കൂല. എനിക്ക് ദാനം കിട്ടിയതാണ്, ഞാൻ കൊടുക്കൂല. അത് അവന്റെ പേരിലെന്നും പറഞ്ഞോണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇറങ്ങി കൊടുക്കൂല. എന്റെ വീട്ടുകാരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? എല്ലാത്തിനെയും കെട്ടിപ്പറക്കിയിട്ട് കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് ഈ ശാരിക പറയേ. ഞാൻ പറയട്ടെ അതിനൊക്കെ ഇടയ്ക്കേറി സംസാരിക്കാതെ. നിങ്ങൾ ചൂടായ എനിക്ക് അതിനെക്കാട്ടി ചൂടാവാൻ അറിയാം കേട്ടാ. ശാരികേ, നീ ഇങ്ങനെയാണോ എന്നെ പിടിച്ചോണ്ട് ഇവിടെ നിർത്തിയത്? നമുക്ക് മര്യാദയ്ക്ക് സംസാരിക്കാല്ലേ. എന്തിനാണ് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാണ്? രേണു, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ അങ്ങനെ കയറി കിടന്നാല് കിച്ചുവിന് കിട്ടിയ വീടല്ലേ. അപ്പൊ കിച്ചുവിനെ അവിടെ താമസിപ്പിക്കണ്ടേ? ഇത് മോശമല്ലേ? കിച്ചു വരട്ട്. കിച്ചു വന്നാ കേറ്റുവോ? അപ്പച്ചനുണ്ടല്ലോ. അപ്പച്ചൻ കേറ്റുവോ? അപ്പച്ചനാണ് പറഞ്ഞിരിക്കണത് കേറ്റണ്ടെന്നാണോ? കിച്ചു ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പൊ നിങ്ങൾ കേറ്റിയോ? കയറ്റിയോന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എടുക്കാൻ വന്നതാ. അപ്പച്ചൻ വടിയും കൊണ്ടൊക്കെ നിന്നു. ഞാനവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്ന് കണ്ടിട്ട് പോട്ടെന്ന്. നിങ്ങൾക്ക് ഈ തുറന്നു കാട്ടലിലൂടെ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓ, അപ്പൊ പൈസക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ നിങ്ങൾ ഇങ്ങനെ അങ്ങ് നടക്കുവാണ്? ഞാൻ ശരീരം അനങ്ങി ചെയ്യണ ജോലിയല്ലേ. അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യണത്. സുധിച്ചേട്ടന് വേണ്ടി. ഓ, എല്ലാം എൻ്റെ സൂചേട്ടന് വേണ്ടിയിട്ട് രാത്രി 12 മണി തൊട്ട് ഞാൻ വെളുക്കണോരെ ഇരുന്നാണ് ഞാൻ കഷ്ടപ്പാടിന്റെ ബലം ഈ കാണിക്കണത്. ഞാൻ ശരീരം അനങ്ങി വീർത്തിട്ടാണ്. ഓ, കറണ്ടൊന്നും കാണത്തില്ലേ രാത്രി? ഞാൻ കാണാറുണ്ട്. ജനറേറ്ററൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് ലൈറ്റ് കത്തിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ബിസിനസിന്റെ ഈ ഒരു സൈഡ് എങ്ങനെയാണിത് പോകുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? പ്രേക്ഷകർക്കൊക്കെ അറിയാൻ. ഇത് കാണാത്ത പൈസ ഇല്ലാത്ത എത്രയോ പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അല്ല, ഇത് കട്ട് ചെയ്യുമല്ലോ. ഇത് കട്ട് ചെയ്യുമെങ്കിൽ ഞാൻ പറയാം. ശാരികയുടെ അടുത്ത് രഹസ്യമായിട്ട് ശാരിക മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാ? എനിക്ക് അറിയാം, പക്ഷെ എന്നാലും പറഞ്ഞു. എത്ര രൂപയാണ് എടുത്തത്? ഞാൻ 399. 49 രൂപ. അതിന്റെ പകുതി റിസൾട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല. 399 ഒന്നും ഞാൻ കാണുന്നില്ല. ഇതെങ്ങനെയാണ് ഇതിന്റെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ ഇച്ചിരി ഇങ്ങനെ ആക്കിയതേ ഉള്ളായിരുന്നു. ഇങ്ങനെയൊക്കെ ആക്കിയപ്പം ആരും കേറണില്ല. പിന്നെ പിറ്റേന്ന് തൊട്ട് ഞാൻ ഇച്ചിരി ഒന്ന് കൂട്ടി വന്നായിരുന്നു. 299 രൂപ ആയി. ഇപ്പം 399. 299 രൂപയ്ക്ക് കുറച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് അപ്പൂപ്പന്മാർ മാമന്മാർ അവര് എല്ലാം എൻ്റെത് വീഡിയോ എടുത്ത് ലീക്കാക്കി അങ്ങിട്ട്. അമ്മമാര് വീഡിയോ എടുത്തോണ്ട് പോയി പബ്ലിക്കാക്കി അങ്ങിട്ട്. എനിക്കെൻ്റെ ദേഷ്യവും വന്ന് ശാരികേ. അത് കുറച്ചൊക്കെ തൊട്ടിലാട്ടണതേ ഉള്ളായിരുന്നു. പിന്നീട് 399 രൂപയ്ക്ക് തൊട്ടില്ല ഞാൻ കൊച്ചിനെ കിടത്തി ആട്ടണത് കൊണ്ട് അതുപോലെയൊക്കെ കാണിച്ച് 399. ഓ, ഞാൻ ഇങ്ങനെ 20 വയസ്സൊക്കെ ആയ മക്കളുണ്ടല്ലോ വന്നിട്ട്, ഓ ചേച്ചി ഇന്നാളെ ഉണ്ടോ ചേച്ചി, ഞാൻ കാത്തിരിക്കേടു. എത്ര വയസ്സ് തൊട്ടുള്ള ഫാൻസ് ഉണ്ട്? അത് കൊച്ചു 10 വയസ്സിന് മുകളിലോട്ടുള്ളത് തൊട്ടതൊക്കെ ഉണ്ട്. 10 വയസ്സിന് താഴെ ഉള്ളതും ഉണ്ട്. അവരാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണത്. പിന്നെ അപ്പൂപ്പന്മാരും എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ആകാംക്ഷയുണ്ട്. അവർ കൊച്ചുങ്ങൾ വന്നിട്ട് പറയും, ചേച്ചി ഒന്ന് ഇച്ചിരി ഒന്ന് നേരെ ഒന്ന് കാണിക്കു വെച്ചി എന്ന് പറഞ്ഞോണ്ട് ശാരിക എനിക്ക് അവര് ഒരു തുള്ളി കൊണ്ടുവരണേ. ഒരു തുള്ളി ശാരിക ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ലൈവ് തുടങ്ങ്. അയ്യോ, എനിക്ക് ഇതൊന്നും ഇല്ല, എന്റെ അതേ ജോഡിയാണെന്ന് തോന്നണ കണ്ടിട്ട്. എന്റെ കയ്യും പിടിച്ച് കിടക്കണത്. ഒരു കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ രേണു സത്യം പറയോ? ഞാൻ ഇതുവരെയും സത്യമേ പറഞ്ഞിട്ടില്ല. അത് നമുക്കറിയാം. രേണു സത്യം മാത്രമേ പറയത്തുള്ളൂ. കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല.
ഇപ്പൊ തന്നെ എനിക്ക് ആളുകൾ ചോദിക്കാറുണ്ട് എത്ര ലക്ഷം കിട്ടി, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എത്ര ലക്ഷം കിട്ടി, കൊച്ചു കുട്ടികളാണോ വലിയവരാണോ കാണുന്നത്? എൻ്റെ സപ്രഷനിൽ പ്രായം ചെന്നവരും കല്യാണം കഴിഞ്ഞ് മക്കളും ഒക്കെ ആയവരും പിന്നെ കൊച്ചു കുട്ടികളൊക്കെയാണ്. അവർ കൂടെ ഇരുന്ന് പറയാറുണ്ട്, രേണു ചേച്ചി ഒത്തിരി നേരെ നാളെന്തരാണ് ചേച്ചി കാണിക്കണത്, നാളെന്തരാണ്. അപ്പോഴും ഞാൻ ഒത്തിരി ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ചെട്ടി കണക്കത്തത് ഒരു സാധനം ഇടും. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഞാൻ കട്ടിലോട്ടൊക്കെ സപ്രഷൻ ചെയ്യാൻ വേണ്ടി രേണു ഇതിന് പ്രത്യേക ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേക ഡ്രസ്സുണ്ട് എനിക്ക്, അതിന് പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞും പിന്നെ ഇങ്ങനെ തൊട്ടിലാട്ടും പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എനിക്ക് അതിനായിട്ടൊരു വേഷമുണ്ട്. കുറച്ച് ഞാൻ അതിനായിട്ട് മേടിച്ചു വെച്ചിട്ട് കഷ്ടപ്പാടാണ് രേണു ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഒന്നാമത് ചൂടല്ലേ വിയർത്ത് കുളിച്ച് കൊച്ചു മക്കളൊക്കെ പറയും ചേച്ചി ഇനി നാളെ അത്രക്ക് ഇഷ്ടമാണ് രേണുവിനെ. കൂടെ നടക്കുന്നത്. എനിക്ക് പിന്നെ ബിഗ് ബോസിന് മുമ്പ് രേണുവിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മനസ്സിലായി. എല്ലാം വെപ്പാണോ തപ്പി നോക്കിയത്? ഞാൻ നോക്കിയതാണ്, ഇത് ഉള്ളതാണ്. അല്ല ശാരികയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, അതാണ് ശാരിക പറയണത്. എനിക്കൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്, രേണു എന്ത് വസ്ത്രം ഇട്ടാലും ഒരു കുഴപ്പമില്ല, കാരണം ഒന്നുമില്ല. പക്ഷെ നമ്മൾ എത്രയോ ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻസിനെ കാണുന്നു, ഇനോഗ്രേഷനൊക്കെ പോയി അവര് ചന്തയും കുലുക്കി ഇതൊക്കെ കാണിച്ച് ആരാണെന്ന് തെളിയിച്ച് പറയാൻ പറ്റൂ? അത് പറയത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ കാണുന്നു. അപ്പം ഇതിനെന്താണ് പ്രശ്നം? ഇതൊന്നും ഇല്ല. അല്ലേ എന്റെ കണക്ക് അങ്ങനെ ആരും കാണിക്കൊന്നുമില്ല. അവര് മാന്യമായ ഡ്രസ്സിലൊക്കെ ധരിച്ചില്ല. ഞാൻ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് പണം വേണം. എൻ്റെ വീട്ടിൽ നിന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എൻ്റെ മക്കൾ പണം കൊണ്ടുപോവാങ്കിൽ മുന്നുണ്ടാൻ പറ്റും. അല്ല അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഇങ്ങനെ പൊങ്ങി ഇവിടെ അതൊക്കെ ഇച്ചിരി ഞാൻ അങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കണല്ലേ, ഇച്ചിരി ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കും ആ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി. ഫുള്ള് ഞാനല്ലെങ്കിലും പറ്റിപ്പാണ്. ശാരിക അത് ഓഫ് ആക്കണേ, അത് കട്ട് ചെയ്യണേ, അതൊന്നും എടുത്തിടരുത്. ഉള്ളിവട, പരിപ്പ് വട, ഉഴുന്നുവട, മസാല വട, ഇതിൽ ഏത് രസവട, ഏത് വടയാണ് ഇപ്പൊ രേണു ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത്? ഞാൻ എല്ലാ വടയും വിൽക്കും. ഏതൊക്കെ സൈസ് വടയുണ്ട് അതൊക്കെ. കൂടുതൽ ഉഴുന്നുവടയാണ്. ഉഴുന്നുവട എവിടെയൊക്കെ ബിസിനസ് ഉണ്ട്? എനിക്ക് ഭയങ്കര റേറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാനേജറെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ മീറ്റപ്പിന് വരാം. അത് ഞാൻ ചോദിക്കാൻ വരുവാണ്, അത് എന്തിനാണ് മീറ്റപ്പ്? ഏത് വട വിൽക്കാനാണോ അതോ എന്തിനാണ് പൈസ വാങ്ങിക്കുന്നത്? അത് വട വിൽക്കാൻ തന്നെ, പിന്നെ ഞാൻ ചായ കുടിക്കാനെന്നൊക്കെ അങ്ങ് ആക്കിയെടുത്തു. ഒരു സത്യം പറയട്ടെ രേണു, ക്യാമറ ഓഫാണ്, അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും എനിക്ക് സത്യം പറയാം, ഒരു കൂട്ടുകാരി എന്നുള്ള നിലയിൽ എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. നിൻ്റെ അഭിനയം ഒട്ടും കൊള്ളത്തില്ല. നീ അതൊന്ന് എന്തെങ്കിലും ഒന്നുകിൽ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നീ ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ഞാൻ അത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പണം വേണ്ടേ, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണതാണ്. ഓഫാണല്ലോ, ക്യാമറ ഓഫാണല്ലോ. കൊണ്ട് നടക്കണ കാള ഏതത്? അവൻ 2-3 മക്കളൊക്കെ ഉണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. ഞാനാണ് പറഞ്ഞത്, അവർ വിഷയമാക്കൂല. ശാരിക ഒരു കാര്യമുണ്ട്, മറ്റൊരു ഭാര്യമാരൊക്കെ പിടിച്ച് അടച്ചിട്ട് വേറൊരുത്തൊരു കോഴി അവനുള്ളത് വേറൊരുത്തുണ്ടല്ലോ. അവൻ കല്യാണം കഴിച്ചല്ലേ. നമ്മള് ഹോട്ടലിൽ ഒരുമിച്ചുണ്ടായിരുന്നു റൂമിൽ. കുറച്ച് സാധനങ്ങളെ പേരൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലേ, ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം അവൻ പറഞ്ഞല്ലേ അടിയിലിടുന്നതുണ്ട്. പിന്നെ വടയുടെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ, അത് മിക്കവാറും പിടിച്ച് അവന്റെ ഭാര്യ ഉടനെ ഇങ്ങനെ ഭാര്യ മക്കളൊക്കെ ഉള്ളവന്മാരെങ്ങനെ തൊലയ്ക്കണ്ടേ? എൻ്റെ ജീവിതവും തൊലഞ്ഞ് ഞാനാണെങ്കിൽ പൊക്കി കാണിച്ചൊക്കെ അല്ലേ ഇരിക്കണമെന്ന് പറയണത്. ക്യാമറ ഓഫാണല്ലോ. ക്യാമറ ഓഫാണ്. നീ ഇവിടെയും കൊണ്ടുവന്നു അയാളത്തിരി വെറുതെ വീടിന്റെ രേണു. ഈ ആളിയൊക്കെ എന്താണ് ഇത്ര അസൂയ? അല്ല എനിക്ക് എൻ്റെ ഷൂ ചേട്ടനെ ഇങ്ങനെ ആക്കിയാലാണ് എനിക്ക് ജനങ്ങൾ എന്നെ സ്നേഹിക്കണത്. ഞാൻ ഒരു വിധവയാണ്, എന്നെ ആരും ഒന്ന് പറയാം. ഓണല്ല ചേട്ടാ, ആ ക്യാമറ ഒന്ന് ഓണാക്കിക്കോളൂ. ഇത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാവം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഓണാക്കിക്കോളൂ ഒന്നുകൂടെ. നമുക്ക് ആ ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് കേട്ടോ, നീ ഒന്നുകൂടെ അഭിനയിച്ചു. കിച്ചുവിന് പോലും ഇത്രയും സ്നേഹമില്ല. ഷൂ ചേട്ടാ കണ്ട, നമ്മുടെ രേണു ഇത്രയും പാവമാണ്. ഞാനൊരു വിധവയാണ്. നിങ്ങളെല്ലാരും ഞാൻ ഇങ്ങനെ കാണിച്ചെങ്കിലും ഒക്കെ പണം ഉണ്ടാക്കട്ടെ. എൻ്റെ തങ്കപ്പ അച്ഛനും അച്ഛമ്മയ്ക്കും എല്ലാവർക്കും പണം മതി. ഞാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്യില്ല എണ്ണത്തിന് ഞണ്ണാനായിട്ട്.
അത്രയും ശാരികേ, ഓ. നീ എന്നും എന്നെ കൊണ്ട് നടക്കോ? കൊണ്ട് നടക്കാം. നീ നടക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പറയല്ലേ, ക്യാമറ ഇത്രയും തങ്കപ്പെട്ടൊരു സ്ത്രീയാണ് ഞാൻ ശാരികയെങ്കിലും പറഞ്ഞല്ല എനിക്ക് ഒന്നുമില്ലെന്ന് എന്റെ ശരീരത്തില്. മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇനാഗ്രേഷനൊക്കെ പോണവര്. അപ്പം ഇത്രയും തങ്കപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ക്രൂശിക്കുന്നത്. ഇനി ഇങ്ങനെ ക്രൂശിക്കരുത്. പാവമാണ് നമ്മുടെ രേണു, ഒരു വിധവയാണ്. കഷ്ടപ്പെടുന്ന, രാപ്പകൽ കഷ്ടപ്പെടുന്ന, ഇത്രയും വിയർത്ത് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ.